മലയാളികളുടെ ആഘോഷ ദിനങ്ങൾ ഏതൊക്കെയാണ്? ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, വിഷു, പിന്നെ വിജയ് ചിത്രങ്ങളുടെ റിലീസ് ദിനം. അതെ, എല്ലാ കാലത്തും മലയാളികൾക്ക് വിജയ് ചിത്രങ്ങളുടെ റിലീസ് ദിനം ആഘോഷമാണ്. ഇന്ന് ആ ദിവസമാണ്. ഗോട്ട് റിലീസായിരിക്കുന്നു. നമുക്ക് നോക്കാം പ്രേക്ഷകരുടെ പ്രതികരണം എന്താണെന്ന്. പടം അടിപൊളിയായിരുന്നു. ഇത് ഒരുപാട് മോഡുലേഷനിൽ വിജയ് വരുന്ന ഒരു പടമാണ്. ചുമ്മാ ഹൈപ്പ് എടുത്തതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആവറേജ്. എന്ത് പറ്റി ആവറേജ് എന്ന് പറയാൻ കാര്യം? വെങ്കട് പ്രഭുവിന്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചു. അതിന്റെ ആ ലെവൽ എത്തിയിട്ടില്ല. കൊള്ളാം, സിനിമ കൊള്ളാം, അടിപൊളി സിനിമ. അത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗല്ല, കുറച്ച് നേരം ഒരു 45 മിനിറ്റ്സോളം ലാഗുണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷേ വേറൊരു സെഗ്മെന്റിലോട്ട് മൂവി മാറും. പക്ഷെ നല്ല അടിപൊളി സിനിമയാണ്. VFX കൊള്ളാം, കിട്ടിലും VFX ആണ്. അത് എസ്പെഷ്യലി നമ്മുടെ വിജയുടെ യങ് ഏജ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ. സിനിമയുടെ ദൈർഘ്യം ഏതെങ്കിലും തരത്തിൽ നമ്മളത് ആക്ച്വലി ഒരു ഫസ്റ്റ് 45 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാവത്തില്ല. നല്ല അത്രയും നല്ല കിട്ടലും പെർഫോമൻസിലാണ് മൂവി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് വരെ നല്ല ഒരു നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും ഒരു സമ്മിശ്ര പ്രതികരണം വരുന്നത്? ഒരു മിക്സഡ് റിവ്യൂസ്? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഫ്രണ്ട്സിന് നല്ല ഇഷ്ടപ്പെട്ടു. ആവറേജ് പടം ഒന്നുമില്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒന്നുമില്ല. ഇതിലും ഭേദം വിജയുടെ ലിയോ ഒക്കെ എത്ര മനോഹരമായ പടമാണ്. സത്യം പറഞ്ഞാൽ ഒരു വിജയപടം ഇങ്ങനെയൊന്നും അല്ല. തുടക്കം മുതൽ അവസാനം തിയേറ്ററിൽ കൈയടിച്ചാണ്. ഇത് സത്യം പറഞ്ഞാൽ വിജയ തുടക്കം തിയേറ്ററിൽ കണ്ട നിമിഷമുള്ള കൈയടിയേ ഉള്ളൂ. വിജയുടെ സ്ഥിരം പാറ്റേണാണ്. പക്ഷെ കുറെ ടെസ്റ്റും കാര്യങ്ങളുണ്ട്. സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും മിക്സഡ് റിവ്യൂസ് വരുന്നത്? എല്ലാവർക്കും പറ്റിയ ജേണർ ആവണമെന്നില്ല, അതുകൊണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വിജയ് പോലൊരു നടനെ കിട്ടിയിട്ടും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. സ്ക്രിപ്റ്റും കൊള്ളത്തില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വെങ്കട് പ്രഭു തുളച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, പക്ഷേ ഫസ്റ്റ് ഹാഫ് കുറച്ച് ഓവറായി കളഞ്ഞു. സെക്കൻഡ് ഹാഫ് നല്ല രീതിക്ക് വന്നതാണ്, പക്ഷേ ടൈലൻറ്റ് കൊണ്ടിട്ട് കുളമാക്കി കളഞ്ഞു. വിജയ് ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പടമുണ്ട്. കുറേ സ്പെഷ്യൽ ക്യാമിയോസൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കണം, നല്ലതാണ്. വിജയുടെ സിനിമയുടെ ഇതിൽ എല്ലാ സിനിമയുടെ അത് ഓരോ സീൻ എടുത്ത് ഉണ്ടെങ്കിലും പക്ഷേ ഇതിൽ വിജയ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറില്ലേ. ഇനി വിജയ് പൊളിറ്റിക്സിലോട്ട് കയറാൻ പോകുന്നതുകൊണ്ട് വിജയുടെ സ്ഥാനം അത് തമിഴ്നാട്ടിൽ അടുത്ത ഒരാൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞുള്ള വിജയ് അതുകൊണ്ട് ഇതിൽ അറിയാൻ പറ്റും. നിങ്ങളുടെ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്ത തലപതി ആരാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വന്ന് സിനിമ കാണണം. പുതിയ തലപതിക്ക് ജയ്. ഫസ്റ്റ് ഹാഫ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു, ബട്ട് എന്നാലും ഫസ്റ്റ് ഹാഫാണ് കൂടുതൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയത്. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആ ഒരു ഇതങ്ങ് പോയി. ശങ്കർ രാജ് നമ്മൾ പ്രതീക്ഷ ഒന്നും കിട്ടിയിട്ടുണ്ട്. ഉറപ്പാണ്. അങ്ങനെ തന്നെയാണ്. ഞാനൊരു യുവൻ ശങ്കർ രാജ ഫാനാണ്, യുവൻ ഫാൻ ബോയാണ് ഞാൻ. നമ്മളൊക്കെ യുവന്റെ പാട്ട് കേട്ട് വളർന്നതാണ്. ഇഷ്ടപ്പെട്ടു. ഞാൻ വിജയ് ഫാനാ, സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ഭാഗത്തുനിന്നൊക്കെ ഒരു മിക്സഡ് റിവ്യൂ, ഒരു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയുക? നെഗറ്റീവ് റിവ്യൂ എനിക്കറിയില്ല. ക്വാളിറ്റി ഉണ്ട് പടത്തിന്, പക്ഷേ കുറേ പേര് പീസിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. വാവ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട്. ആസ് എ വിജയ് ഫാൻ എനിക്ക് പുള്ളിനെ സ്ക്രീനിൽ കണ്ടാൽ മതി. അപ്പോൾ എൻ്റെ അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി എന്നല്ല, ഒരു ആവറേജ് മൂവി. ஆக்சுவலி விஜய் ஃபேன் இல்லை, சூர்யா ஃபேன் தான். பட் எக்ஸ்பெக்டேஷன் அளவுக்கு இல்லை. செகண்ட் ஹாஃப் பார்க்கும்போது உங்களுக்கு சஸ்பென்ஸ் நிறையா இருக்குது படத்தில், வேறு லெவலில் இருக்குது. ஃபஸ்ட் ஹாஃப் நம்ம எக்ஸ்பெக்ட் பண்ணுற அளவுக்கு இருக்காது விஜய் படத்துக்கு. பட் செகண்ட் ஹாஃப் வேறு லெவலில் செஞ்சுருக்காங்க. ஒரு எங்கேஜ் ஆகும். பட் ஆனால் என்னென்னா செகண்ட் ஹாஃப் லேக் அடிக்காது, போர் அடிக்காது. நீங்கள் அடுத்தடுத்து நம்ம ஒரு ட்விஸ்ட்டு இருக்கும், இப்போது இதுதான் வரப்போகுது அப்படின்ற ஒரு எக்ஸ்பெக்டேஷன் இருக்காது. பட் செஞ்சுருக்காரு படத்தில். யுவன் சங்கர் ராஜா அந்த மியூசிக்கில் தான் கொஞ்சம் சொதப்பியிருக்காங்க. மற்றபடி പടം വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ മൈൻഡിൽ പറഞ്ഞാൽ. അങ്ങനെ അയാൾ പടുത്തുയർത്തിയ റെക്കോർഡുകൾ തിരുത്തി എഴുതാൻ അയാൾ തന്നെ വന്നിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം വിജയ് ഗോട്ടിലൂടെ എന്തെല്ലാം റെക്കോർഡുകൾ തകർക്കുമെന്നുള്ളത്. ക്യാമറമാൻ വിനോജിനോടൊപ്പം സിബിൻ സേഫ്, കൈരളി.